Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കിന്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു കേക്ക് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൈദ ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു 1/2 കിലോഗ്രാമിൽ വരുന്ന ഒരു കേക്കാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഇല്ലാത്ത ഒരു കേക്കാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഹെവി ക്രീം ഒന്നും കിട്ടാനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ് ഈ ഒരു കേക്ക്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഇതിൽ റോസ് പൈപ്പ് ചെയ്യുന്നതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. അതുപോലെ എടുക്കുന്ന ബീറ്റ് ചെയ്യുന്ന ബൗളൊക്കെ നല്ല ക്ലീൻ ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും നനവ് പാടില്ല. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര പൊടിക്കാതെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതലുണ്ടാവും. നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് സ്പീഡിൽ ബീറ്റ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ കൈക്ക് കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. എപ്പോഴും സ്ഥിരമായിട്ട് കൈ അനങ്ങി ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിസ്ക് യൂസ് ചെയ്യാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ബീറ്ററും വിസ്കും ഇല്ലാത്തവർക്ക് മിക്സിയിൽ അടിച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ട് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. അപ്പോൾ ഈ പഞ്ചസാര മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ ആ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു കളറുമായി കുറച്ചും കൂടെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഓയിൽ ചേർക്കാം. പിന്നെ നെയ്യാകുമ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഈ നെയ്യ് കാണിച്ചിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് ലോ സ്പീഡിലിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ വിസ്ക് ഉപയോഗിച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നാട്ടിൽ നിന്ന് അരിപ്പൊടി കൊണ്ടുവന്നിട്ടുള്ള പൊടിയാണ്. ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഇടിച്ച് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണിത്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിപ്പയിലൂടെയാണ് ചേർക്കുന്നത്. അപ്പോൾ തരിയൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇത് 2-3 തവണയായിട്ട് ഇതേപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇട്ടങ്ങ് മിക്സ് ചെയ്യരുത്. കാരണം ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ഒരുപാട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും കൂടുതലായിട്ട് ചേർക്കുന്നില്ല. ബേക്കിംഗ് സോഡ തന്നെ 1 നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് പൊങ്ങി വരണം. അപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്തതിൽ നിന്നാണ് ഈ കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. അതുകൊണ്ട് ഒരുപാടിട്ട് മിക്സ് ചെയ്തിട്ട് ആ മുട്ട പൊങ്ങി വന്നതൊന്നും താഴ്ന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അരിപ്പൊടി ഇതിലേക്ക് ഫുള്ളായിട്ടും ചേർത്തിട്ടുണ്ട്. ഞാനിത് സാവധാനത്തിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് കുറച്ചും കൂടെ സ്പീഡ് തോന്നിക്കുന്നത്. ഇനി ഒരു സ്പൂണിലേക്ക് 1 നുള്ളു സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ സോഡാപ്പൊടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ കേക്കിലുള്ള ബാറ്റർ ഒന്ന് മിക്സ് ആക്കിയിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം.
ഞാൻ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഏത് പാത്രമാണ് പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക ഒരു 5 മിനിറ്റ് നമ്മൾ ഈ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന നേരത്ത്. എന്നിട്ട് ഇതിലേക്ക് ആ സോഡാപ്പൊടിയും വിനാഗിരിയുടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാൻ വെക്കണം. എയർ ബബിൾസ് പോകാനായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. 25 മുതൽ 30 മിനിറ്റ് വരെ വേണ്ടി വരും. അപ്പോൾ ഓവനിൽ 180 ഡിഗ്രിയിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്യുന്നവർക്ക് ഇതേപോലെ ഒരു പാത്രം ഒരു തട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ കേക്ക് ടിന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓവൻ ഇല്ലാതെ 30 മിനിറ്റ് ഒക്കെ മതിയാവും. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കുക. ഈ കേക്ക് ഓവനിൽ 30 മിനിറ്റ് തന്നെ എടുത്തിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂട് പോകുമ്പോൾ ഒന്ന് ചൂട് മാറാനായിട്ട് ഒരു വയറിറക്കിൻ്റെ മുകളിലേക്കോ വല്ലതും ഒന്ന് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ക്രീം ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്രീമാണ്. കുറഞ്ഞ ചിലവിലുള്ള ഒരു 2 മുട്ടയുടെ വെള്ള വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ്. ഈ ഒരു ക്രീം 1/2 കിലോ കേക്കിലേക്ക് ഐസിങ് ചെയ്തെടുക്കാനും അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രീം മാത്രം വേണ്ട, വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റാണ് വേണ്ടതെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീം കൊണ്ട് ആദ്യം കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്കുള്ള ഫ്ലവറൊക്കെ നിങ്ങൾക്ക് പൈപ്പ് ചെയ്യാനായിട്ട് ഏതെങ്കിലും കേക്കിലേക്ക് ഫ്ലവറൊക്കെ പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് അത് മെൽറ്റ് ആയി പോകുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. ഈ ക്രീം ഫ്ലവറൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് അടുത്ത ലെയറും വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് പിന്നീട് കുറച്ചധികം ക്രീം വെച്ചിട്ട് മുകളിലും സൈഡിലും എല്ലാം നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കാം. ഈ ക്രീം വിപ്പിംഗ് ക്രീമിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതലാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം ഒന്നും കിട്ടാത്തവർക്ക് സാധാരണ തന്നെ എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്നതല്ലേ മുട്ട, അതുകൊണ്ടാണ് ഈ ഒരു ക്രീം കൂടുതലായിട്ടും നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്ലവർ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഏത് നോസിലാണ് നമ്പർ, നിങ്ങൾ 104 ഏത് നമ്പറാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 611 എന്ന് പറഞ്ഞിട്ട് ഒരു നോസിലാണ്. അപ്പോൾ അതിൻ്റെ ആ കട്ടി കുറഞ്ഞിട്ടുള്ള എൻഡ് മുകളിലേക്ക് വരത്തക്ക വിധം വെച്ചിട്ട് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും പൈപ്പ് ചെയ്യുമ്പോൾ ആ നോസിലിൻ്റെ എൻഡിൽ വന്നിട്ടുള്ള ആ ക്രീം അഥവാ കൂടുതലായിട്ട് എൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ടിഷ്യൂവിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോട്ടോ ഒന്ന് തുടച്ചിട്ട് വേണം അടുത്ത പെറ്റൽ പൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റോസൊക്കെ പൈപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബട്ടർ പേപ്പറിലോ എല്ലാം വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഫ്ലവറൊക്കെ പൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും താഴെയൊക്കെ ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. അതുപോലെ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ക്രീം ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബേസായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കേക്ക് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്